ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ സ്പെഷ്യൽ പനീർ മസാലക്കറിയാണ്. അപ്പോൾ എല്ലാവർക്കും പനീർ ഇഷ്ടമാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ പനീർ മസാലക്കറി ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടുവരാം. ഏകദേശം 1/4 കിലോ, അതായത് 250 ഗ്രാമോ പനീറാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പീസ് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മസാലക്കറിക്ക് വേണ്ടിയിട്ടുള്ള മസാല അതുണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിൽ ഓയിൽ ഒഴിച്ച ശേഷം നമ്മൾ കുറച്ച് സ്പൈസസ്, അതുപോലെ തന്നെ ഉള്ളി അതും കൂടെ ഇട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം കുറച്ച് തക്കാളി, കുറച്ചെന്ന് വെച്ചാൽ 2-3 മീഡിയം സൈസിലെ തക്കാളിയും 2-3 പച്ചമുളകും കൂടെ ചേർത്ത് എല്ലാം കൂടി നന്നായി വഴറ്റി ഒരു മസാല രൂപത്തിലേക്ക് ആക്കിയെടുക്കുകയാണ് വേണ്ടത്. ഈ പച്ചക്കറികളെല്ലാം തന്നെ ആദ്യം വഴറ്റിയ ശേഷം നമുക്ക് ആവശ്യമായ മസാല ചേർക്കുക. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, എല്ലാം ചേർത്ത് അല്ലെങ്കിൽ 30 മിനിറ്റോളം നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആ മസാല പിടിക്കാൻ പാകത്തിലേക്ക് ആക്കി വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ച ആ മസാല, വെജിറ്റബിൾസ് മസാല ഉണ്ടല്ലോ, അതെടുത്ത ശേഷം നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് മുമ്പായിട്ട് 4-5 ബദാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തൊലി കളഞ്ഞാൽ തൊലി കളയാതെ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ അരച്ച് പേസ്റ്റ് രൂപത്തിലേക്ക് ആക്കിയെടുക്കാം. പിന്നെ ഒരു പാത്രത്തിലേക്ക് എണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഈ മസാല പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വഴറ്റാം. ഇനി ഈ മസാലയിലേക്ക് കുറച്ചുകൂടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉപ്പ് കൂടെ ചേർത്ത ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റ് വെച്ചേക്കുക. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച്, അതായത് നമ്മൾ മസാല രൂപത്തിൽ കുഴച്ച് വെച്ചിരിക്കുന്ന ഈ പനീർ കഷ്ണങ്ങളുണ്ടല്ലോ, അതുകൂടി ഇട്ട് വഴറ്റിയ ശേഷം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ അടപ്പ് തുറന്ന ശേഷം നമ്മുടെ കറിവേപ്പില ഉണ്ടല്ലോ, അത് ചെറുതായി അരിഞ്ഞിട്ട് ഇതിന് മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറി ഒന്ന് ഇളക്കി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സ്പൈസി ആയിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ചപ്പാത്തിക്കോ ദോശയ്ക്കോ അതുപോലെ തന്നെ ചോറിനോ കൂടി കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും സിമ്പിളായിട്ടുള്ള പനീർ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് പറയണേ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. ഹർദേവ്സ് കിച്ചൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.